നമസ്കാരം. 1.5 മണിക്കൂർ വൈദ്യുതി മുടങ്ങിയെന്ന് ഇരട്ടത്തിരുന്ന് വിലപിക്കുന്ന പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം കേട്ടപ്പോൾ ഒരു നിമിഷം ഞെട്ടിപ്പോയി. കഴിഞ്ഞ 10 വർഷം തുടർച്ചയായി ഭരിച്ച ഒരു നേതാവ് തന്റെ വീട്ടില് ഒരു ഇൻവെർട്ടറോ അല്ലെങ്കിൽ ഒരു ജനറേറ്ററോ പോലും ക്രമീകരിക്കാത്തത് അതിനുള്ള കാശൊക്കെ ഉണ്ട്. എന്നിട്ടും എന്തുകൊണ്ടാണ് എന്നാണ് ഒരു സംശയം. ജനങ്ങൾക്ക് പവർ കട്ട് ദുരിതം ഉണ്ടാക്കുന്നത് ശരി തന്നെയാണ്. കഴിഞ്ഞ 10 വർഷത്തിൽ അത്രയധികം കട്ടുകൾ പവർ കട്ട് എന്ന പേരിൽ ഇല്ലായിരുന്നു എന്നതും ശരിയാണ്. പക്ഷെ പവർ കട്ടായിരുന്നു ഇടയ്ക്കൊക്കെ. അതിന് കാരണങ്ങളുമുണ്ട്. ഔദ്യോഗികമായിട്ടുള്ള ഒരു പവർ കട്ട് ഇല്ലായിരുന്നു എന്നത് വസ്തുത തന്നെയാണ്. പക്ഷെ പവർ കട്ട് എന്നത് ജനങ്ങൾക്ക് ദുരിതം ഉണ്ടാക്കും എന്നത് സത്യം തന്നെയാണ്. ആശുപത്രിയിൽ മൊബൈൽ ഫ്ലാഷ് വെളിച്ചത്തിൽ മുറിവ് തുന്നുന്നു എന്ന് പറയുന്നതൊക്കെ ഇക്കാലത്ത് അപമാനവുമാണ്. പക്ഷേ ആ ഒരു അവസ്ഥ എങ്ങനെ ഉണ്ടായി? യഥാർത്ഥത്തില് കേരളത്തിൽ കഴിഞ്ഞ 10 വർഷം ഭരിച്ച സർക്കാരിന്റെ ഭരണ പരാജയത്തിന്റെ പ്രതീകമാണ് ഇത് എന്ന് എന്തുകൊണ്ടാണ് ഇങ്ങനെ ആരോപിക്കുന്നവർ? പവർ കട്ടില്ല, വെളിച്ചത്തിൽ മൊബൈൽ ഫോണിന്റെ വെളിച്ചത്തിൽ തുന്നണ്ടി വന്നു എന്നൊക്കെ പറയുന്നവർ മനസ്സിലാകാഞ്ഞിട്ടാണോ അതോ അതിനുള്ള ബുദ്ധി ഇല്ലാഞ്ഞിട്ടാണോ? ഭരിച്ച 10 വർഷത്തെ ഇടതുപക്ഷ ഭരണത്തിന്റെ കാലത്ത് വൈദ്യുതി മേഖലയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ എന്താണ് ചെയ്തത്? ആവശ്യത്തിന് വൈദ്യുതി കുറഞ്ഞ വിലയ്ക്ക് ലഭ്യമാക്കുമെന്ന് പറഞ്ഞപ്പോഴും ഒരു ചെറിയ കാറ്റോ മഴയോ വന്നാൽ പോലും ഉടൻ പവർ കട്ട് നടപ്പിലാക്കേണ്ട ഇന്നത്തെ ഒരു അവസ്ഥയിലേക്ക് എങ്ങനെയാണ് എത്തിയത്? നമുക്കറിയാമല്ലോ ഈ കഴിഞ്ഞ 2-3 മാസങ്ങളുടെ അവസ്ഥ. കേരളം ചുട്ടുപഴുത്തു നിന്ന മാസങ്ങള്. ആ കാലത്ത് ആ വേനലിൽ പകലിലും രാത്രിയിലും കറണ്ട് ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി മെഴുകുതിരി കത്തിച്ച് നോക്കേണ്ട ഒരു ഗതികേട് ഉണ്ടായത് നമുക്ക് എല്ലാവർക്കും അറിഞ്ഞൂടെ? പക്ഷെ അത്തരത്തിൽ മെഴുകുതിരി കത്തിച്ച് കറണ്ട് ഉണ്ടോ എന്ന് നോക്കുന്ന സന്ദർഭത്തിലും ഉപയോഗിക്കാത്ത കറണ്ടിന് അല്ലെങ്കിൽ ആ വൈദ്യുതിക്ക് ഇരട്ടിയിലധികം പണം ജനങ്ങളിൽ നിന്ന് ഈടാക്കി, അതായത് കൊള്ളയടിച്ചത് മറന്നതാണോ അതോ മറന്നു എന്ന് നടിക്കുന്നതാണോ? ജനങ്ങളുടെ ദൈനംദിന ജീവിതം ദുരിതപൂർണമാക്കുന്ന പ്രശ്നങ്ങൾ അത് ഉണ്ടാകാതിരിക്കാൻ അന്നൊന്നും ചെയ്യാതെ ഇപ്പോ പുതിയ സർക്കാർ അധികാരത്തിലേറി ആഴ്ചകൾക്കുള്ളിൽ ആരോപണങ്ങൾ മുടക്കുന്നത് അനവസരത്തിലുള്ള രാഷ്ട്രീയം മാത്രമാണ് എന്നാണ് പറയാനുള്ളത്. യഥാർത്ഥ ജനകീയ പ്രതിപക്ഷം പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ സ്വന്തം പരാജയങ്ങൾ മറച്ചുവെക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കണം. സർക്കാർ ആശുപത്രികളിൽ ജനറേറ്റർ പോലും ഇല്ലാത്ത ഒരവസ്ഥ, അല്ലെങ്കിൽ ഉള്ളത് ചത്തു കിടക്കുന്ന ഒരവസ്ഥ കഴിഞ്ഞ് 10 വർഷം ഭരിച്ച ശേഷം ബാക്കി വന്നത് ഇത് ആണ് എന്നുണ്ടെങ്കിൽ നമ്പർ 1 ആരോഗ്യ കേരളം എന്ന വീരവാദം പറഞ്ഞവര് അടിയന്തര സാഹചര്യങ്ങൾ പോലും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാത്തത് ക്ഷമിക്കാനാകാത്ത ഒരു വീഴ്ചയാണ്, അക്ഷന്തവ്യമായിട്ടുള്ള തെറ്റാണ്. വീട്ടിൽ ഇൻവെർട്ടർ ഇല്ലാതെ ഇരുട്ടത്തിരുന്ന നേതാവ് ഇപ്പോൾ ജനങ്ങളോട് സഹതാപം തേടുന്നത്, പരാതി പറഞ്ഞ് നിലവിളിക്കുന്നത് അപഹാസ്യകരമായിട്ടുള്ള ഒരു കാഴ്ചയാണ്. ജനങ്ങൾക്ക് വൈദ്യുതി മുടങ്ങാത്ത ഒരു കേരളം വേണമെന്നുണ്ടെങ്കിൽ പഴയ ഭരണത്തിന്റെ അലസതയും ഈ അനാസക്തിയും ഒക്കെ തിരിച്ചറിഞ്ഞേ പറ്റുള്ളൂ. ഇപ്പോഴത്തെ സർക്കാർ അധികാരമേറി വെറും ആഴ്ചകൾ മാത്രമേ ആയിട്ടുള്ളൂ. ഏതൊരു വലിയ പ്രശ്നവും ഒറ്റയടിക്ക് പരിഹരിക്കാൻ കഴിയുമെന്ന് ആരും കരുതേണ്ടതുമില്ല, അത് സാധിക്കത്തുമില്ല. ചുരുങ്ങിയത് ഒരു 6 മാസമെങ്കിലും സമയം നൽകിയ ശേഷം ക്ഷമയോടെ കാത്തിരുന്ന ശേഷം ഒന്ന് വിലയിരുത്തുകയാണ് ശരിയായ ഒരു മനോഭാവം എന്ന് പറയുന്നത്. പക്ഷെ ഇടതുപക്ഷം അനവസരത്തിൽ കയറി ആക്രമിക്കുകയാണ്. അങ്ങനെ അക്രമം അഴിച്ചുവിടുന്നത് ജനകീയമല്ല എന്ന് മാത്രമാണ് പറയാനുള്ളത്. ജനങ്ങളെ ഭ്രമിപ്പിക്കാനുള്ള അല്ലെങ്കിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ഒരു ശ്രമം മാത്രമാണിത്. പഴയ ഭരണകാലത്തിന്റെ പരാജയങ്ങൾ പുതിയ സർക്കാരിന്റെ തലയിൽ കെട്ടിവെക്കാൻ നോക്കുന്നത് ന്യായമാണോ എന്ന് ചോദിച്ചാൽ സ്വയം ഒന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും. അത് ധാർമ്മികമല്ല എന്നാണ് ജനങ്ങളുടെ അഭിപ്രായം. കേരളത്തിലെ ജനങ്ങൾക്ക് സുസ്ഥിരതയുള്ള പോകാത്ത നല്ല രീതിയിൽ വൈദ്യുതി കിട്ടണം, നല്ല വോൾട്ടേജിലും കിട്ടണം. അതിന് വൈദ്യുതി വിതരണ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ മെച്ചപ്പെടണം. മാത്രമല്ല വൈദ്യുതി കിട്ടേണ്ടത് ജനങ്ങളുടെ അവകാശവുമാണ്. പവർ കട്ടില്ലാത്ത പ്രകാശമയമായ ഒരു സംസ്ഥാനം സൃഷ്ടിക്കാൻ വേണ്ടി പുതിയ സർക്കാർ ശ്രമിക്കട്ടെ, അതിന് പിന്തുണ കൊടുക്കുക. ഇപ്പോ 2 രൂപ ചില്ലറ പൈസയ്ക്കൊക്കെ വൈദ്യുതി കൊണ്ടുവരുമെന്ന് പറയുന്നുണ്ട്. ആ വൈദ്യുതി കൊണ്ടുവരുന്നെങ്കിലും അത് വൈദ്യുതി വകുപ്പിലെ ഏമാന്മാർ കൊള്ളയടിച്ചു പോകാതെ ജനങ്ങൾക്ക് അതിന്റെ ഗുണം എത്തും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എത്തട്ടെ. അങ്ങനെ എത്തുന്നില്ല എന്നുണ്ടെങ്കിൽ ഇടതുപക്ഷം ശക്തമായ പ്രതിപക്ഷമായിട്ട് ഭരണപക്ഷത്തിന്റെ ഇരിക്കപ്പുറത്തി കെടുത്തട്ടെ. അതിനൊന്നും കാത്തു നിൽക്കാതെ കഴിഞ്ഞ 10 വർഷത്തെ ഭരണപരാജയങ്ങൾ മറച്ചുവെക്കാൻ പ്രതിപക്ഷം നടത്തുന്ന ഇപ്പോഴത്തെ ഈ ആരോപണങ്ങൾ ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. അത് ഒരു ശരിയായ ഒരു രീതിയല്ല. യഥാർത്ഥ ഒരു മാറ്റം വരണമെന്നുണ്ടെങ്കിൽ പഴയ ചിന്താഗതികളിൽ നിന്നൊക്കെ ഒന്ന് മാറ്റം വരണം. നിർമ്മാണാത്മകമായിട്ട് മുന്നോട്ട് പോവുകയാണ് ശരിക്കും വേണ്ടത്. ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഭരണത്തിന് അവസരം കൊടുക്കണം. പ്രതിസന്ധികൾ പരിഹരിക്കാൻ വേണ്ടി സമയവും ക്ഷമയും ആവശ്യമാണെന്ന് മനസ്സിലാക്കണം. കേരളം മുന്നോട്ട് പോട്ടെന്നേ, വൈദ്യുതി പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടട്ടെ, ജനങ്ങളുടെ ജീവിതം സുഖകരമാകട്ടെ. അതൊക്കെ തന്നെയല്ലേ നമ്മൾ ആഗ്രഹിക്കുന്നത്. ശരിയായ ഒരു ഭരണം ജനങ്ങളുടെ പിന്തുണയോടെ മാത്രമേ വിജയിക്കൂ, അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന്റെ ശരിയായ സഹകരണത്തോട് മാത്രമേ നടക്കുള്ളൂ. നമുക്ക് എല്ലാവർക്കും അറിയാം. ആരോപണമല്ല ഇതിന് വേണ്ടത്. വെറും ആരോപണങ്ങൾ മാത്രം ഇറക്കിയിട്ടുണ്ട് കാര്യമൊന്നുമില്ല. അടിസ്ഥാന വികസനത്തിന് ഭരണത്തെ സഹായിക്കുകയും കൃത്യമായ മാർഗരേഖ കൊടുക്കുകയാണ് പ്രതിപക്ഷം ചെയ്യേണ്ടത്. അത് ചെയ്യാതെ തങ്ങളുടെ ഭരണത്തിൽ ഉണ്ടായിട്ടുള്ള
അപജയങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ട് അത് മറ്റുള്ളവരുടെ മണ്ടയിൽ കെട്ടിവെച്ചിട്ട് 2, 3, 4 ആഴ്ച മാത്രം ആ പ്രായമായിട്ടുള്ള ഒരു സർക്കാരിന്റെ മണ്ടയിലാണ് ഈ മുഴുവൻ അരാജകത്വവും അല്ലെങ്കിൽ മുഴുവൻ കുഴപ്പവും എന്ന് തലയിൽ കെട്ടിവെച്ചു കൊടുക്കണമെങ്കിൽ കഴിഞ്ഞ 10 വർഷം നിങ്ങൾ എന്തെടുക്കായിരുന്നു എന്നുകൂടി ഒന്ന് പറഞ്ഞു കൊടുക്കണം. Different angles. Don't forget to subscribe and support this channel.